ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ടൈം വന്നത് 7:55 ആയി. 7:55 ആകുമ്പോൾ തന്നെ എല്ലാവരും താഴെ ഉണ്ടാവട്ടെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബസ് വന്നത്, അതായത് നമ്മുടെ പറക്കും വാഹനം വന്നത് ഷാർപ്പ് 8 o'clock നമ്മുടെ ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ ഈ പറക്കും വാഹനം നമ്മളെ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മെട്രോ പിടിച്ച് കഷ്ടപ്പെട്ട് 1 hour എത്തും ഹോട്ടലെത്തുമ്പോൾ തന്നെ. ഇതാകുമ്പോൾ ബസ്സിൽ കയറി വെറുതെ ഇരുന്ന് മൊബൈലും തോണ്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് സുഖമായിട്ട് ഹോട്ടലിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യസമയത്ത് തന്നെ എത്തോട്ടാം.
ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ തല എന്തായാലും പുറത്തേക്കായിരിക്കും എപ്പോഴും. കാരണം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലങ്ങളാണ്. ഫസ്റ്റ് ടൈമായിട്ടൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ കൂടുതലും ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അനന്തു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ ഒരുമിച്ചായിരിക്കും ഇരിക്കണം. ഒന്നില്ലെങ്കിൽ അവരുമായിട്ടൊക്കെ സംസാരിച്ച് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വല്ലതും കിടന്നുറങ്ങും, അല്ലെങ്കിൽ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കട്ടെ. ഇതാണ് ട്രാവലിംഗ് സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഒരു അടിപൊളി യാത്ര തന്നെയുണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് മൈൻഡും എല്ലാം റിലാക്സ് ആവാൻ പറ്റിയ ഒരു സംഭവം തന്നെ ശരിക്കും പറഞ്ഞാൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. ഇന്നലെ ഓഫായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അനന്തുവിന് ബോറടിച്ചെന്ന് തോന്നണം. അനന്ത് നേരെ ചെവിട്ടിലേക്ക് ഹെഡ്ഫോണൊക്കെ എടുത്ത് വെച്ച് പാട്ട് കേൾക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഭദ്രുവായിട്ട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അവിടെ നിന്ന്. അപ്പം നമ്മൾ ഇനി തൊട്ടടുത്ത് തന്നെ ഉണ്ടോ ഹോട്ടൽ വന്ന്. അപ്പം നമ്മുടെ ഹോട്ടൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ ചെല്ലണമെന്ന് വെച്ചാൽ നമ്മൾ പഞ്ച് ഔട്ട് ഉണ്ട്. അപ്പോൾ പഞ്ചിങ് ചെയ്യണം. അപ്പോൾ പഞ്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ പോണത്. നേരെ ഓഫീസിലേക്കല്ല, നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് നമ്മൾ പോണത്. അതായത് നമ്മുടെ കഫറ്റീരിയ, നമ്മളെ ഫേവറേറ്റ് പ്ലേസ് ആണത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫേവറേറ്റ് പ്ലേസായ കഫറ്റീരിയ. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇന്നത്തെ സ്പെഷ്യൽ വന്നത് ബ്രെഡ്, ജാം, ബട്ടർ, സോസേജ്, എഗ്. ഈ ഐറ്റംസ് ആണ് കേട്ടോ. നോർമലി ഇത് തന്നെയാണ് കേട്ടോ എല്ലാ ദിവസവും മോർണിംഗിൽ വന്നത്. അപ്പോൾ ഇടയ്ക്ക് മാത്രം എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവാറുള്ളൂ. നോർമലി ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് കൂടുതൽ എടുത്തായിരുന്നു. അതായത് വീഡിയോയിലൊക്കെ കാണിക്കേണ്ട അടിപൊളിയായിട്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഞാൻ എന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോയാലും എൻ്റെ ബ്രെഡ് മാത്രം ഭയങ്കര കരിഞ്ഞു പോകും. ഇങ്ങനെയാണ് എൻ്റെ ബ്രെഡ് എപ്പോഴും കിട്ടണം. പക്ഷേ ഞാൻ ഇത് തന്നെയുണ്ട് കഴിക്കണം. എനിക്ക് തോന്നണം, എനിക്ക് എന്താണെന്ന് അറിഞ്ഞില്ല, ബാക്കിയുള്ളവരൊക്കെ ബ്രെഡ് നോക്കി നിങ്ങൾ വെളുത്ത് തൊടുത്ത് ഇങ്ങനെ ഇരിക്കണം, എൻ്റെ മാത്രം കറുത്തിരിക്കുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേരെ ഓടിയിട്ട്, കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ചെന്നിട്ട് വേണം മോർണിംഗ് റിപ്പോർട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഞാൻ എളുപ്പം അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിരുന്നു. ഇതാണ് എൻ്റെ ചെയർ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ ജോയിൻ ചെയ്ത അന്ന് മുതലേ ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യമേ എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം മോർണിംഗ് റിപ്പോർട്ടിലേക്കായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു സമയമുണ്ട്, കൃത്യസമയത്ത് തന്നെ എനിക്ക് മോർണിംഗ് റിപ്പോർട്ട് അയക്കണം. അല്ലെങ്കിൽ അവിടെ നിന്ന് വിളിയൊക്കെ വരും, മാനേജ്മെൻറ്റിൻ്റെ നിന്ന് വിളിയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ശ്രദ്ധിക്കാറില്ല, മോർണിംഗ് റിപ്പോർട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി വർക്കിലേക്ക് ഞാൻ കടക്കാറുള്ളൂ. അതാണ് നോർമലി സംഭവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും എററൊക്കെ സംഭവിച്ചാലാണ് എനിക്ക് പണി കിട്ടണം. കാരണം എന്ന് വെച്ചാൽ എററൊക്കെ വന്നു കഴിഞ്ഞാൽ, എക്സലിൽ എന്തെങ്കിലുമൊക്കെ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോർണിംഗ് റിപ്പോർട്ട് ഡിലേ ആവും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ വരുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് മോർണിംഗ് റിപ്പോർട്ട് തന്നെ ചെയ്യാൻ പോണത്. ദുബായിൽ വന്നതിന് ശേഷമുണ്ട് ഞാൻ ചൂടുവെള്ളം കുടിക്കാനായിട്ട് ശീലിച്ചത്. ഡെയിലി ചൂടുവെള്ളം മാത്രം കുടിക്കാറുള്ളൂ. നോർമൽ വെള്ളം അങ്ങനെ കുടിക്കാറില്ല, ചൂടുവെള്ളം മാത്രം ഞാൻ കുടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇടക്കിടക്ക് തൊണ്ടവേദനയൊക്കെ വരുമായിരുന്നു. എനിക്ക് ദുബായിൽ വന്നിട്ട് അങ്ങനെ തൊണ്ടവേദനയെ അങ്ങനെ വരാറേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചൂടുവെള്ളം കുടിക്കണതുകൊണ്ടായിരിക്കും. പിന്നെ എൻ്റെ മോർണിംഗ് റിപ്പോർട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഓഫീസിലേക്ക് ഇടയ്ക്ക് പോയായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കുറച്ച് റിപ്പോർട്ടുകളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ടുകളൊക്കെ എടുത്തിട്ട് വീണ്ടും എൻ്റെ വർക്കിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ കൊളീഗ്സും ഉണ്ട് കേട്ടോ. നമ്മുടെ വേറെ ആരുമല്ല, നിങ്ങൾക്കറിയാൻ പറ്റും, വിജീഷ്, അനന്തു ഉണ്ട്, ജോബിനുണ്ട്, അങ്ങനെ 2-3 പേരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തുള്ള വീഡിയോയിൽ ഇവരെയൊക്കെ കണ്ടു കാണും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇവരെയൊന്നും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. ചൂടുവെള്ളം മാത്രമാണ് ഞാൻ കുടിക്കാറുള്ളൂ. ഇത് രാവിലെ വരുമ്പോഴൊക്കെ ഡെസ്ക് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഒരു 11 മണി കഴിയുമ്പോൾ തന്നെ എല്ലാ റിപ്പോർട്ടുകളും പേപ്പേഴ്സൊക്കെ കൊണ്ട് എൻ്റെ ഡെസ്ക് മൊത്തം കുളമായിരിക്കും. Do one thing, just share me the link.
ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫാണ് കേട്ടോ. അപ്പം ഞാൻ വന്നേക്കുന്ന ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഈ ഐമൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ നേരത്തെ ഒരു ക്രിസ്മസ് വീഡിയോയിൽ ഹൈലൈറ്റ് ആയിട്ട് നിന്നത് ഇവനായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ചൊക്കെയാണ് പാട്ടൊക്കെ പാടിയത്. അപ്പം നമ്മളെ വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതിനാണ് ഞാൻ ഫ്രണ്ട് ഓഫീസിലേക്ക് വന്നത്. Trisha, video. Trisha, what are you doing? Busy? I was learning the computer, how to play with the computer. Okay. So I understand the PC, so I'm trying to work like this. Okay, I see. അങ്ങനെ വർക്ക് ചെയ്ത് സമയം പോയതേ അറിഞ്ഞില്ല. അപ്പം തന്നെ ലഞ്ചിൻ്റെ സമയമായി. അപ്പം ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ കഫറ്റീരിയയിലേക്ക് വന്നേക്കണേ. ഞങ്ങൾ ഫിനാൻസ് ടീമിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ വരാറുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട്. ചിക്കൻ കറി മസ്റ്റാണ് കേട്ടോ. ഇവിടെ ഞാൻ എന്ന് ജോയിൻ ചെയ്തു, ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിന് മേലെ ആയി. ഇപ്പം 2 വർഷവും ഡെയിലി ചിക്കൻ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ലഞ്ചിന് എന്ത് ചിക്കൻ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ അടിപൊളി ഫുഡ് തന്നെയുണ്ട് ഇവിടുത്തെ. അപ്പം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എടുത്ത് ചിക്കനും കുറച്ച് പാസ്ത ഉണ്ടായിരുന്നു, ക്യാരറ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ എല്ലാ ദിവസവും വെക്കാനുണ്ട്, ഡെയിലി എന്തായാലും വെക്കും കേട്ടോ. അപ്പോൾ അടിപൊളി ലഞ്ചായിരുന്നു. അപ്പം നമ്മൾ ലഞ്ച് എടുത്ത് ഞങ്ങൾ അടിപൊളി ലഞ്ചൊക്കെ എടുത്തിട്ട് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കണേണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ബദർ മാത്രം സൂപ്പ് എടുത്ത് കഴിക്കണ്. അതെന്താണ്, ഇനി വീഡിയോ എടുക്കണോണ്ടാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ചോദിച്ചു നോക്കാം അവനോട് തന്നെ ശരിക്കും പറഞ്ഞാൽ, എന്നാലേ അവൻ പറയുള്ളൂ. അനന്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത് കൂടുതൽ സമയത്ത് സംസാരിക്കണേക്കാട്ടി കൂടുതൽ അവൻ മൊബൈലിലായിരിക്കും കേട്ടോ കൂടുതലും. ബദർ എന്താ സൂപ്പ് മാത്രമായിട്ട് കഴിക്കണേ? സൂപ്പ് മാത്രം കഴിക്കാൻ കാരണം നാളെ ഞാൻ ഓഫാണ്. ഞാൻ ഓഫിന് ഒരു ദിവസം മുമ്പ് സൂപ്പ് കഴിക്കും. ചിലപ്പോൾ മട്ടൻ സൂപ്പ്, ചിക്കൻ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്. അല്ല, സാധാരണ ഉച്ചക്ക് എല്ലാം സൂപ്പ് മാത്രമേ കഴിക്കുള്ളൂ. അല്ലല്ല, ഓഫിന് ഒരു ദിവസം മുമ്പ്. ഓഫിന്റെ ദിവസം മുമ്പ്. ശരിയെന്ന്. Okay. Zandra? Come to my new vlog. Excuse me, sir. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വർക്കിലേക്ക് തന്നെ കടന്നിട്ടാ. കുറേ വർക്കുകൾ പെൻഡിങ് ഉണ്ട്, അതൊക്കെ തീർക്കാനായിട്ട് വന്നിരിക്കണേണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ടാസ്കുകൾ ഉള്ളതുമാണ്. നമ്മളെ 195 നമ്മളായിട്ടേക്കണ പിന്നെ ഈ 205 ടാക്സി വൈസ് അയച്ചു നോക്കണ. ടാക്സി വൈസ് അയച്ചു നോക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. Hey, this is video. Oh, hello. This is chat. Abi. അപ്പോൾ ഇന്നത്തെ ഡേ കഴിയാൻ പോണേണ് ഗൈസ്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് വർക്കും കൂടി പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു ഇന്നത്തെ ഡേ. അപ്പം ഞങ്ങളെ ബസ് വന്നത് 6:30ക്കാണ്. അപ്പോൾ അതിനുള്ളിൽ ഇപ്പോൾ ഒരു 5:30 ആയിട്ടുള്ളൂ. ഇനി ഒരു ഹാഫ് ആൻ അവർ കൂടിയുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനും അനന്തും ഇരുന്നിട്ട് അനന്തുവിൻ്റെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ പ്രോബ്ലമൊക്കെ നമ്മളെല്ലാവരും കൂടെ സോൾവ് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻസ് ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാവരും ഭയങ്കര ഒരു സപ്പോർട്ടീവ് ടീമാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ടയേർഡായി. അപ്പോൾ 6:30 ആയി. 6:30ക്കുള്ള ബസ്സിൽ ഞങ്ങൾ റൂമിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ബസ് വിട്ടിട്ടില്ല, കുറച്ച് പേരും കൂടി വെയിറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ കുറച്ച് പേരും കൂടി വെയിറ്റ് ചെയ്യാനുണ്ട് ഗൈസ്.
അപ്പോൾ ഇന്നത്തെ ഡേ മൊത്തം കംപ്ലീറ്റ് ആയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോണേണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോവും ഞാൻ വൈൻഡപ്പ് ചെയ്യണേണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.